12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ചാർജിന് ഏകദേശം 450 രൂപയാണ്. അപ്പോൾ ആ ഒരു 450 രൂപയ്ക്ക് നമുക്കൊരു ഇൻവെർട്ടറാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ബാറ്ററി ചാർജ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ ഉപയോഗിച്ച്, അതുപോലെ തന്നെ നമുക്ക് UPS ആയിട്ട് ഉപയോഗിക്കാം, അതായത് വൈഫൈ മോഡലുള്ള UPS ആയിട്ട് ഉപയോഗിക്കാം, ഫോൺ ചാർജ്, CFL LED ലൈറ്റ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാം. കൂടാതെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവറോടൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ 450 രൂപയുടെ ഇൻവെർട്ടർ ബോർഡ് കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ബോർഡ് ഉപയോഗിച്ച് നമ്മളൊരു ഇൻവെർട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ ബോർഡിന് 450 രൂപയാണ് മുടക്കായത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഇത് നമ്മളിപ്പം ഒരു പഴയൊരു കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന SMBS ബോക്സിലാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു ബോക്സ് കിട്ടിയില്ലേ, നിങ്ങൾക്ക് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിൽ നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നും ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഇന്ന്. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു 6 ലിഥിയം പോളിമർ ബാറ്ററി ഉപയോഗിച്ച് നമ്മളൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയെടുത്തതാണ് BMS ബോർഡൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ ആ ഒരു ബാറ്ററി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ എളുപ്പത്തിനായിട്ട് നമ്മളിപ്പം ആ ഇൻവെർട്ടർ ബോർഡിൻ്റെ ഇതിൽ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ട 2 വയർ നമ്മൾ പുറത്തേക്കാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ്, ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ AC കണക്ട് ചെയ്യേണ്ടത്, അതായത് ഇൻപുട്ട് AC കണക്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ ബാറ്ററി ചാർജിങ്ങിനൊക്കെ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടിയിലൊരു 3 പിൻ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോക്കറ്റിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. അതിൽ LED ലൈറ്റ്, LED ട്യൂബ്, ഫോൺ ചാർജർ അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളാണ് കണക്ട് ചെയ്യാവുള്ളൂ. ഫാന് അതുപോലെയുള്ള ഉപകരണങ്ങളൊന്നും കണക്ട് ചെയ്തത്, ഫാന് ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ടുള്ള ഉപകരണങ്ങളൊന്നും കണക്ട് ചെയ്തത്. പിന്നെ ഓൺ ഓഫ് സ്വിച്ചൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു സോക്കറ്റിൽ നമുക്ക് 12 വോൾട്ടിൻ്റെ വേറെ ബാറ്ററിയോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററിയിൽ നിന്നുള്ള ഔട്ടും എടുക്കാം. ഇന്നും ഔട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പുറമേ ഉള്ളൊരു ബാറ്ററി വേണമെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ ഉപയോഗിക്കാം. ഈ കാണുന്ന രണ്ടാമത്തെ സോക്കറ്റിൽ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാനാണ്. സോളാർ പാനൽ കണക്ട് ചെയ്യുമ്പം അവിടുത്തെ മേളിലെ മഞ്ഞ ഇൻഡിക്കേറ്റർ തെളിയും. അതുപോലെ തന്നെ നമുക്ക് സോളാർ പാനൽ മാത്രം കണക്ട് ചെയ്ത് ബാറ്ററി ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു റെഡ് ഇൻഡിക്കേറ്റർ, ഇതിനകത്ത് എന്തെങ്കിലും ഫാൾട്ട്, ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഫാൾട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്ത് ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫായി പോകും. മഞ്ഞ ഇൻഡിക്കേറ്റർ സോളാർ പാനലിലെയും, പച്ച ഇൻഡിക്കേറ്ററാണ് AC കണക്ട് ചെയ്യുന്ന സമയത്തും ബാറ്ററി ചാർജിങ് ടൈമിലും ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് ബാറ്ററി ഇല്ലാതെ സോളാർ പാനൽ മാത്രം ഉപയോഗിച്ച് നമുക്കിത് വർക്ക് ചെയ്യുമോ നോക്കാം. അതിനായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ബാറ്ററി കണക്ട് ചെയ്യാതെ നമുക്ക് വേറൊരു അഡീഷണൽ ബാറ്ററി, ഇപ്പോൾ നമുക്ക് പാനലിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറൊരു ബാറ്ററിയിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് നമ്മൾ ഈ സോളാർ പാനലിൽ അതേ സോക്കറ്റിൽ തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാതെ, അതായത് ഇതിൻ്റെ ഈ ഒരു ബോർഡിൻ്റെ ബാറ്ററി ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ട ആ സ്ഥലത്ത് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാതെ പാനലിൽ നിന്നുള്ളൊരു സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ പാനലിന് മാത്രം ഉപയോഗിച്ച് ഈ ഒരു ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ സോക്കറ്റ്, ഇപ്പം DC ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് DC ഔട്ട്പുട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു സോക്കറ്റിൽ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ വേറൊരു ബാറ്ററി ഇതിൻ്റെ ഈ ശരിക്കും ഈ ഒരു ഇൻവെർട്ടർ ബോർഡിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് ബാറ്ററി ഒരെണ്ണം കണക്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ഇൻവെർട്ടർ ബോർഡിന് മാത്രം 450 രൂപയാണ് ആയത്. ഞാൻ തൊടുപുഴ ലോക്കൽ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു ഫുൾ കിറ്റായിട്ടുള്ള വരുന്നത് 1200 രൂപ മുതലൊക്കെയുള്ള ഇൻവെർട്ടർ ഇത് മേടിക്കാൻ കിട്ടും. ഫുൾ ബാറ്ററി അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെറ്റായിട്ട്. അപ്പം ഈ ഒരു ബോർഡിന് മാത്രമാണ് ഇത്രയും പൈസ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബോർഡും ഈ ഒരു ബാറ്ററി അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കേസ് തരുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കുറവുകളുണ്ടാവും. കാരണം 12 വോൾട്ട് 7Hൻ്റെ ഒരു ബാറ്ററിക്ക് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പം ഏകദേശം ഒരു 900-950 രൂപയാവും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു പൈസയ്ക്ക് അവരെന്ത് ലാഭത്തിനാണ് വിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് അതിൻ്റേതായ ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ടാകും. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള, ഇങ്ങനെ പാർട്സായിട്ട് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ AC കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറണ്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു പവർ ഓണിൻ്റെ ഭാഗത്ത് കാണുന്ന ബ്ലൂ ഇൻഡിക്കേറ്റർ ഓഫ് ആകുകയും അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ ഇൻഡിക്കേറ്റർ ഓൺ ആകുന്നുണ്ട്. അപ്പോൾ ആ ഗ്രീൻ ഇൻഡിക്കേറ്റർ ഇത് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ബാറ്ററി ചാർജിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ ബാറ്ററിക്ക് ചാർജ് ആകുന്ന സമയത്ത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ബാറ്ററി ഫുൾ ചാർജ് ആകുന്ന സമയത്ത് ആ ഒരു ഇൻഡിക്കേറ്റർ, ഗ്രീൻ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിരിക്കും. ആ ഒരു രീതിയാണ് ഇതിൻ്റെ. അപ്പോൾ തന്നെ നമുക്കൊരു ബാറ്ററി ചാർജറിൻ്റെ പൈസ മാത്രമാണ് ഈ ഒരു ഇൻവെർട്ടർ ബോർഡിനാകുന്നുള്ളൂ. 450 രൂപയ്ക്ക് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ചാർജറും അതുകൂടാതെ നമുക്കൊരു ഇൻവെർട്ടർ കൂടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം ബാറ്ററി ചാർജ് ആയിട്ട് ഏകദേശം ഫുൾ ആകാറായ സമയത്താണ് പയ്യെ ബ്ലിങ്ക് ആകുന്നത്. ലാസ്റ്റ് ആ ബാറ്ററി ഫുൾ ആകുന്ന സമയത്ത് ആ ലൈറ്റ് ഗ്രീനായിട്ട് തെളിഞ്ഞ് തന്നെ നിൽക്കും. ആ രീതിയാണ് ഇതിൻ്റെ ചാർജിങ് സെറ്റപ്പ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ഈ രീതിയിൽ കാണുന്നതുകൊണ്ട് പകുതിയും മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ ഇതിനകത്ത് നമുക്ക് ഇതേ രീതിയിലുള്ള ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സോക്കറ്റുകളും എല്ലാം വരുന്നുണ്ട്.
അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു അതേ രീതിയിൽ ഈ ബോർഡ് നമുക്ക് ഇതിനകത്ത് പിടിപ്പിക്കുമ്പം ഈ ഒരു ബോക്സിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ഹോൾ അടിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആ ഒരു സോക്കറ്റ് ഇരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്ററൊക്കെ LED ഇൻഡിക്കേറ്റർ ഇരുന്ന ഭാഗത്തും നമ്മൾ വയർ സോൾഡർ ചെയ്ത് നമ്മൾ കുറച്ച് നീട്ടി കുറച്ച് വയർ സോൾഡർ ചെയ്ത് നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് പിടിപ്പിക്കാനുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിക്കോളും. നിങ്ങളൊരു പ്ലാസ്റ്റിക് ബോക്സിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം എനിക്കിത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനുള്ളതായതുകൊണ്ടാണ് ഞാനിപ്പം കുറച്ചും കൂടി നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്തത്. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് 12 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയും ലിഥിയം പോളിമർ ബാറ്ററി അതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററി എല്ലാം നമുക്കിതിനകത്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി വെച്ച് നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ഇൻവെർട്ടർ ബോർഡിൻ്റെ വീഡിയോയും നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ബോർഡും കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി ഞാനിവിടെ ഉണ്ടാക്കിയ രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ വേറൊരു പഴയൊരു SMBSൻ്റെ ബോക്സിൻ്റെ കവറിൽ അതിൻ്റെ LEDയും സ്വിച്ചും കാര്യങ്ങളും അതുപോലെ തന്നെ സോക്കറ്റ് എല്ലാം നമ്മൾ പിടിപ്പിച്ചു. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പുതിയൊരു ബോർഡ് മേടിക്കാൻ കിട്ടുന്നത്. ഈ ബോർഡിൽ തന്നെ നമുക്ക് ആ സോക്കറ്റും അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിത് നേരെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബോക്സിൽ ഈ ഒരു SMBS ബോക്സിൽ നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നിലവിൽ ബോർഡിലുള്ള ഈ ഒരു സോക്കറ്റും അതുപോലെ തന്നെ LED ലൈറ്റൊക്കെ ഇളക്കിയിട്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള വയർ ആ ഭാഗത്തു നിന്നുള്ള കണക്ഷനിൽ നിന്ന് നമ്മൾ വയർ എടുത്താണ് ഈ ഫ്രണ്ടിലെ പിടിപ്പിച്ചേക്കുന്ന ആ ഒരു പുതിയ LEDകളിലേക്കും സോക്കറ്റിലേക്കും കണക്ഷൻ കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു ബോർഡിനെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു സോക്കറ്റ്, ഈ ഒരു പിന്ന് കണക്ട് ചെയ്യേണ്ട ഭാഗം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ എടുക്കേണ്ട ഭാഗം. അപ്പോൾ ഈ ഒരു ബോർഡ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒന്നാമത് കാണുന്ന ഈ ഒരു പിന്നിലാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടിൻ്റെയും 2 വയറുകൾ തമ്മിൽ കണക്ട് ചെയ്യേണ്ട ഭാഗം. രണ്ടാമത്തെ പിന്നിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കേണ്ടത്. മൂന്നാമത്തെ പിന്നിൽ AC ഇൻപുട്ടും. ഇനി ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ പവർ ഓൺ സ്വിച്ച് കണക്ട് ചെയ്യേണ്ട ഭാഗം. പിന്നെ പലരും ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് 45 വാട്ട്സ് കിട്ടിയിട്ട് നമുക്ക് എന്താണ് കാര്യമെന്ന്. അപ്പം ഇതുകൊണ്ട് വലിയ കാര്യമാണെന്നല്ല പറയുന്നത്. നമുക്ക് അത്യാവശ്യം ചെറിയ ഉപയോഗങ്ങൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ എമർജൻസി ആയിട്ട് കറണ്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഫോൺ ചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ചെറിയൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജറിൻ്റെ പൈസയാണ് ഈ ഒരു ഇൻവെർട്ടർ ബോർഡിന് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ബാറ്ററി ചാർജറായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇൻവെർട്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു വൈഫൈ മോഡം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ മോഡത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വൈഫൈ മോഡത്തിൻ്റെ അഡാപ്റ്ററൊക്കെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യുക. ഇതിൽ നല്ലൊരു ബാറ്ററി മേടിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ AC വയർ കറണ്ടിൽ കണക്ട് ചെയ്ത സമയത്ത് നമുക്കിത് കറണ്ടുള്ള സമയത്ത് ഇത് ACയിലും വർക്ക് ചെയ്യും. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇതിൻ്റെ ചേഞ്ച് ഓവർ വർക്ക് ചെയ്ത് ഇതിൻ്റെ ബാറ്ററി എന്നുള്ള ഇതിലും വർക്ക് ചെയ്യും. കറണ്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആയിക്കോളും. അപ്പോൾ ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോർഡിൽ നമുക്ക് 60 വാട്ട്സിൻ്റെ ഒരു ലൈറ്റ് ഒരെണ്ണം കണക്ട് ചെയ്ത് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് മേടിച്ചതും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബോർഡിനെ കുറിച്ച് വേറെ കൂടുതലായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ലിഥിയം പോളിമർ ബാറ്ററി വെച്ചിട്ടുള്ള 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കിലാണ് ഇപ്പം ഇത് കണക്ട് ചെയ്തേക്കുന്നത്. നമുക്കിനി ഈ ഒരു 60 വാട്ട്സിൻ്റെ ലൈറ്റ് ഇതിൽ തെളിയുമെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഓൺ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തെളിയുന്നുണ്ട്. ഇപ്പം 100% വെട്ടം ഉണ്ടെന്ന് പറയുന്നില്ല, ഏകദേശം ഒരു 70% വെളിച്ചത്തിൽ തന്നെ തെളിയുന്നുണ്ട്. കാരണം 40 വാട്ട്സിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്തത്. 45 വാട്ട്സാണ് ഈ ഒരു ബോർഡിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്. അതിൽ നമ്മൾ 60 വാട്ട്സിൻ്റെ ലൈറ്റാണ് കണക്ട് ചെയ്തത്. അപ്പം അതിൻ്റേതായ ചെറിയൊരു വെട്ടത്തിന് ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടെ വലിയ ബാറ്ററി 12 വോൾട്ട് 7Hൻ്റെ ബാറ്ററിയിലേക്ക് നമുക്കൊന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ 12 വോൾട്ടിൻ്റെ കുറച്ചും കൂടി വലിയ ബാറ്ററി കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുവാണ്. അപ്പം ഇതിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു ചെറിയ ലിഥിയം പോളിമർ ബാറ്ററിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വെളിച്ചം ഈ രീതി കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൈസയ്ക്ക് നല്ല കിടിലൻ ഇൻവെർട്ടർ ബോർഡ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഈ ഒരു ഇൻവെർട്ടർ ബോർഡിൻ്റെ പ്ലസ് പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് കണക്ട് ചെയ്ത സമയത്ത് അതൊന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആയിപ്പോയി. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പെട്ടെന്ന് ഇതിനത് ഓവർലോഡോ അല്ലെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാൻ പാടില്ലാത്ത ഇപ്പോൾ ഫാനോ ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള സാധനങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആയിക്കോളും. ഇപ്പോൾ നമ്മളിവിടെ ആ ലൈറ്റ് ഓവർലോഡ് പെട്ടെന്ന് 60 വാട്ട്സ് ലൈറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ആ ഒരു തെളിഞ്ഞിട്ട് ആ ഫെയിലിൻ്റെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഔട്ട്പുട്ടൊന്നും കിട്ടില്ല. അപ്പം ഈ ഒരു ബോർഡ് അങ്ങനെ കംപ്ലയിൻ്റ് ആവുന്നിടത്തൊന്നും പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പാടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഓവർലോഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇത് സ്പാർക്ക് ആയിട്ടുണ്ടെങ്കിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഇത് കട്ട് ഓഫ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു ഫീച്ചേഴ്സൊക്കെ ഉള്ള ലൈറ്റ് കിട്ടുന്നത് തന്നെ വളരെയധികം നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ AC ഓണാക്കിയ സമയത്ത് ആ ഒരു ഇൻവെർട്ടറിൻ്റെ ബ്ലൂ ഇൻഡിക്കേറ്റർ ഓഫ് ആകുകയും, അതായത് ഇൻവെർട്ടർ ഓഫായിട്ട് നമുക്കിവിടെ AC ഇൻപുട്ട് കിട്ടുന്ന സമയത്ത്
ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് AC ചേഞ്ച് ഓവർ ആയി വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ആ സമയം നമ്മൾ AC ഇൻപുട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫെയിലായിട്ട് അത് നിന്ന് പോകുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, ഈ ലൈറ്റ് ഓവർലോഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചെറിയ ലൈറ്റാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല, ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ഓവറായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് LED ഒരെണ്ണം കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ LED കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ലൈറ്റ് 45 വാട്ട്സിൻ്റെ ഇൻവെർട്ടറിൽ നമ്മൾ 60 വാട്ട്സിൻ്റെ ലൈറ്റ് കണക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ലൈറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഈ ബോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് മേടിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.